ഉരുളക്കിഴങ്ങോ മുട്ടയോ ബീഫോ ചിക്കനോ ഒന്നും ചേർക്കാത്ത ഒരു അടിപൊളി നല്ല ടേസ്റ്റിലുള്ള ഒരു കട്ലറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വെജിറ്റേറിയൻസിനൊക്കെ പറ്റിയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മധുരക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഒന്നേ ഉള്ളൂ കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഒരു മധുരക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വന്നാൽ മതി കേട്ടോ. മധുരക്കിഴങ്ങ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഇതാ മധുരക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെള്ളം കൂറ്റി കളഞ്ഞിട്ട് ഇതിൽ നിന്ന് കിഴങ്ങെടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് നമുക്കിതാ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു പൊട്ടാറ്റോ സ്മാഷർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്കുള്ള ബാക്കി ചേരുവകളൊക്കെ നമ്മൾ മധുരക്കിഴങ്ങിന്റെ അളവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതാ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും, അതുപോലെ ഒരു ക്യാരറ്റിന്റെ ചെറിയൊരു പീസ് നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞതും, പിന്നെ ഒരു 1/4 കപ്പ് ഫ്രോസൺ പീസും, അതുപോലെ ഒരല്പം മല്ലിയില അരിഞ്ഞതും, പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ച് പരത്തിയിട്ട് കട്ട്ലറ്റിന്റെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു അളവിൽ ഇതുപോലെയുള്ള ഒരു 9 കട്ട്ലറ്റാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ചെറിയ കട്ട്ലറ്റാണ്. പിന്നെ നിങ്ങൾക്ക് ഷേപ്പൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി ഇതാ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഒരു ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുട്ടയ്ക്ക് പകരമാണ് ഈ ഒരു ബാറ്റർ എടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വെജിറ്റേറിയൻസിനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഓരോ കട്ട്ലറ്റും ഇതുപോലെ ഈ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാ സൈഡിലും നന്നായിട്ട് തന്നെ ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ പീസുകളും ബ്രെഡ് ക്രംസ് വെച്ച് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഓയിൽ നല്ല ചൂട് വേണം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കാരണം ഇതിൽ ഉള്ളിലുള്ള ക്യാരറ്റും ആ ഒരു സവാളയും അതുപോലെ ഫ്രോസൺ പീസും ഒക്കെ പച്ചയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കുക്കായിട്ട് തരാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് സമയം വെക്കാം. എന്നിട്ട് വീണ്ടും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡ് റെഡി ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ വീണ്ടും ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. പിന്നെ നമ്മളത് എടുക്കാൻ നേരത്തെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് ഇതുപോലെ ഒരു കളറായിട്ട് വന്നാൽ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ബോർഡാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ സ്നാക്സും ഇതിൻ്റെ സൈഡിലായിട്ട് സോസും ഒക്കെ വെക്കാൻ പാകത്തിലുള്ള നീളമുണ്ട് കേട്ടോ ഈ ഒരു ബോർഡിന്. അതുപോലെ തന്നെ ഹാൻഡിലും വരുന്നുണ്ട്. ഹാൻഡിലിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ഹോളും വരുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഹാങ് ചെയ്ത് വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ വാഷ് ചെയ്ത് തുടച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യുകയും ചെയ്യാം. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. നല്ല കനവും അതുപോലെ തന്നെ തിക്നെസ്സും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അക്കേഷ്യ വുഡിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിലുള്ള ഈ ഒരു വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. റമദാനൊക്കെ സ്നാക്സ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് സെർവ് ചെയ്യാം. മാത്രമല്ല ഇതിൻ്റെ വേറെയും നമ്മളെ കയ്യിൽ മോഡലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബിസിനസ് അക്കൗണ്ടാണിത്, അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിലുള്ള വേറെ മോഡൽസും കാണാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.